നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇന്ന് ആകുന്നു. ഇന്ന് 2026 ജനുവരി മാസം 6-ാം തീയതിയാണ്. 1201 ധനുമാസം 22-ാം തീയതിയാണ്. മംഗളവാരമാണ്, ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. തിഥി ചതുർത്ഥി തിഥിയാണ്. രാഹുകാലം നിങ്ങൾക്കറിയാം, ചൊവ്വാഴ്ച 3 മുതൽ 4:30 വരെയുള്ള സമയം. സൂര്യോദയം തൃശ്ശൂരിൽ വൈകിട്ട് 6:48, അസ്തമയം വൈകിട്ട് 6:13. തിഥി ദുർബലമായ തിഥിയാണ്, രിക്താ തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ് ചതുർത്ഥി. സമ്പത്തൊന്നും തരില്ല. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. അപ്രകാരം തന്നെ യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രവുമാകുന്നു. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ 7 നാൾ. ഇന്നത്തെ ദിനം ഒരു ശുഭകാര്യത്തിനും ഞാൻ മുഹൂർത്തം തരില്ല. അപ്രകാരം തന്നെ ഇന്നത്തെ നക്ഷത്രം ഞാൻ പറഞ്ഞില്ലേ, വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. പിന്നീട് മറ്റൊരു വിഷയം, തിഥി വളരെ ദുർബലമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 വരെയാണ് ആയില്യം നക്ഷത്രം. അത് കഴിഞ്ഞാൽ നക്ഷത്രം നന്നായി വരികയാണ്, മകൻ നക്ഷത്രം. എങ്കിലും മകൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയും ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കില്ല. അതിന് ഗണ്ടാന്തം എന്നാണ് പറയുക. പ്രത്യേകിച്ച് ആദ്യത്തെ 3:45 നാഴിക. അതിനാൽ ഇന്നത്തെ ദിനം വിശേഷിച്ചൊരു ശുഭകാര്യങ്ങൾക്കും അനുകൂലമായ ദിനമല്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്ന് നിർബന്ധമായും ചൊവ്വാഴ്ചയാണ്. സർപ്പവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു സുബ്രഹ്മണ്യൻ. അതിനാൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പായസം വഴിപാടായി ചെയ്യണം. ഓം വജദ്ഭുവേ നമഃ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ മക്കൾക്ക് വേണ്ടി, അവരുടെ ശ്രേയസ്സിന് വേണ്ടി സുബ്രഹ്മണ്യ പ്രീതി ചെയ്യണമെന്ന്. അപ്രകാരം തന്നെ ഇന്ന് നാഗപ്രീതി ചെയ്യണം. ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന, ധർമ്മദൈവ സംഗീതത്തിലൊക്കെ ചെയ്ത് ഇന്നത്തെ ദിനത്തെ ധന്യമാക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രം നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കുന്നതാണ്. നന്ദി, നമസ്തേ.